ഹലോ, വെൽക്കം ടു സെയിൽസിംഗ് മൊബൈൽ ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആദ്യം പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ സെയിൽസിംഗ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. തുടർന്ന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന യൂസർ നെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്തതിന് ശേഷം ഇതുപോലുള്ള ഒരു ഡാഷ്ബോർഡാവും നിങ്ങൾക്ക് ലഭിക്കുക. ഇവിടെ കാണുന്നതാകും നമ്മുടെ മെയിൻ ഓപ്പറേഷൻസ്: സെയിൽസ്, പർച്ചേസ്, പേയ്മെൻറ്റ്, റിസീവ്, ട്രാൻസാക്ഷൻസ്, സെറ്റിംഗ്സ്. ന്യൂ സെയിൽ: നിങ്ങളുടെ ഷോപ്പിലെ സെയിൽസുകൾ ഇവിടെയാണ് രേഖപ്പെടുത്തുന്നത്. പർച്ചേസ് എൻട്രികൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പേയ്മെൻറ്റ്: നിങ്ങളുടെ വെൻഡേഴ്സിൻ്റെ പേയ്മെൻറ്റ്സ് കളക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. റെസിപ്റ്റ്: നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻറ്റ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ആൻഡ് ട്രാൻസാക്ഷൻസ്: നിങ്ങളുടെ എല്ലാ ട്രാൻസാക്ഷൻസും ലിസ്റ്റ് ചെയ്യുന്നതും റിപ്പോർട്ട് എടുക്കുന്നതും ഈ ഒരു സെക്ഷനിലാണ്. പിന്നെ വരുന്ന സെറ്റിങ്സിൽ നിങ്ങളുടെ എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. സെറ്റിങ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ്, വെൻഡേഴ്സ്, ഐറ്റം, സ്റ്റോക്ക് തുടങ്ങിയ റിപ്പോർട്ട്സുകളും കസ്റ്റമേഴ്സിനെ, വെൻഡേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവരെ മാനേജ് ചെയ്യാനുള്ള എല്ലാ സെക്ഷൻസും അവൈലബിൾ ആണ്. അടുത്തതായി ഒരു പർച്ചേസ് എങ്ങനെ എൻ്റർ ചെയ്യാമെന്ന് നോക്കാം. ന്യൂ പർച്ചേസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഒരു പർച്ചേസ് വിൻഡോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഐറ്റം സെർച്ച് ചെയ്യാം. പുതിയ ഐറ്റം ഈ വിൻഡോയിൽ നിന്ന് തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. മുകളിൽ കാണുന്ന സെറ്റിംഗ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആഡ് ഐറ്റം ഓപ്ഷൻ കാണാവുന്നതാണ്. ആഡ് ഐറ്റം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഐറ്റം നെയിം, ഐറ്റം കോഡ് തുടങ്ങിയ ഡീറ്റെയിൽസുകൾ ആഡ് ചെയ്ത് സേവ് ചെയ്താൽ ഐറ്റം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓരോ പ്രോഡക്റ്റിനും വേണ്ടി സെപ്പറേറ്റ് കാറ്റഗറി ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റം ലിസ്റ്റ് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. അടുത്തതായി പർച്ചേസ് എൻട്രിയിൽ നിങ്ങളുടെ സെലക്റ്റഡ് ഐറ്റം ആഡ് ചെയ്യുക. അതിനുശേഷം കൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് 1-2 ക്ലിക്കിൽ തന്നെ നമുക്കൊരു പർച്ചേസ് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതായി ഒരു സെയിൽ എങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം. ന്യൂ സെയിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നിങ്ങൾ ഐറ്റം സെലക്ട് ചെയ്ത് എത്ര കൗണ്ടാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം നെക്സ്റ്റ് അടിക്കുക, സബ്മിറ്റ് എൻ്റർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കൊരു റെസിപ്റ്റ് ബ്ലൂടൂത്ത് പ്രിൻ്റർ വെച്ച് കണക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, റിപ്പോർട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്ന് നോക്കാം. സെറ്റിംഗ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വിൻഡോ കാണാം. അതിൽ എല്ലാ ഓപ്ഷൻസും എല്ലാ റിപ്പോർട്ട്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആവും. കസ്റ്റമേഴ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ നിലവിലെ കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റും പെൻഡിങ് എമൗണ്ടും എല്ലാ ലിസ്റ്റുകളും അവിടെ കാണാവുന്നതാണ്. അതുപോലെ വെൻഡേഴ്സ് ലിസ്റ്റ്, എത്ര പേയ്മെൻറ്റ് തരാനുണ്ട് എന്ന ലിസ്റ്റും കാണാം. സ്റ്റോക്ക് സെക്ഷനിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി എത്ര സ്റ്റോക്ക് നിലവിൽ നിങ്ങളുടെ ഷോപ്പിലുണ്ടെന്ന് ഉള്ള രീതിയിലുള്ള എല്ലാ റിപ്പോർട്ട്സുകളും അവൈലബിൾ ആണ്. അടുത്ത ഓപ്ഷനാണ് കാറ്റഗറി. നിങ്ങളുടെ ഐറ്റം കാറ്റഗറി ലിസ്റ്റ് ഇവിടെ കാണാവുന്നതാണ്. റിപ്പോർട്ട്സ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു റിപ്പോർട്ടിംഗ് വിൻഡോ കാണാം. അതിൽ എല്ലാ റിപ്പോർട്ടും അവൈലബിൾ ആണ്. ആദ്യം കാണുന്ന സ്റ്റോക്ക് സമ്മറി. നിങ്ങളുടെ ഷോപ്പിൽ എത്ര സ്റ്റോക്ക് നിലവിലുണ്ടെന്നും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൽ നിന്ന് ലഭ്യമാകുന്നു. അതുപോലെ സെയിൽസ് റിപ്പോർട്ട്, സെയിൽസ് കാറ്റഗറി റിപ്പോർട്ട്, കാറ്റഗറി വൈസ് ചെയ്തിട്ട് എത്ര ടോട്ടൽ സെയിൽസ് നടന്നു എന്നുള്ള റിപ്പോർട്ട്. നെക്സ്റ്റ് വൺ, പ്രോഫിറ്റ് റിപ്പോർട്ട്. നിങ്ങളുടെ ഷോപ്പിലെ ടോട്ടൽ പർച്ചേസ് എമൗണ്ട്, ടോട്ടൽ സെയിൽ എമൗണ്ട്, ടോട്ടൽ പ്രോഫിറ്റ്, ടോട്ടൽ എത്ര മാർജിൻ വന്നു തുടങ്ങിയ എല്ലാവിധ റിപ്പോർട്ട്സുകളും നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഡേറ്റ് റേഞ്ച് ഉപയോഗിച്ച് എടുക്കാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ കമ്പനിയിൽ വന്ന എല്ലാ എക്സ്പെൻസ് റിപ്പോർട്ടുകളും നിങ്ങൾക്ക് ലഭ്യമാകുന്നു.